അഹദായോനേ നാദ സ്വമദായോനേ നാദ അകക്കണ്ണിൻ്റെ. A very warm welcome to one and all gathered over here for this beautiful event. Myself, Anwar Amin. And I am Anwar Amar. We feel honored to welcome you all to this amazing program, Kalichangadam International Children's Conference. Today, we have a variety of wonderful performance prepared with love and hard work by our friends. So get ready to smile, cheer, and be inspired. So are you ready? Let us begin our event with a melodious song. But before that, let me ask you a question. The city of Mecca is famous for the birth of a special person. Can you name him? Can you name this special person? Yes, the Prophet Muhammad sallallahu alaihi wasallam. Now, let us go with the song. For that, I invite Zain Muhammad from Ajman Madrasa. Assalamu alaikum wa rahmatullahi wa barakatuh. മക്കത്ത് പൂത്തൊരു ഈന്ത മരത്തിലെ ഓരിലയായെങ്കിൽ ഹക്കത്ത മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൺതിരിയായെങ്കിൽ മുത്ത് ബിലാലിൻ്റെ ബാങ്കൊളി പരത്തണ കാറ്റുലയായെങ്കിൽ മുബരാമമ്പിയാവനുള്ള നാട്ടിൽ ഞാൻ അന്നു പിറന്നെങ്കിൽ അന്നു പിറന്നെങ്കിൽ മക്കത്ത് പൂത്തൊരു ഈന്ത മരത്തിലെ ഓരിലയായെങ്കിൽ ഹക്കത്ത മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൺതിരിയായെങ്കിൽ സത്യ മുഹമ്മദ് ഉദിച്ചൊരു നാട്ടിലെ മുന്തിരിയായില്ല നിത്യസ്വലാമത്തൊഴുകും പൊരിയിലെ പൊൻകിളിയായില്ല സത്യ മുഹമ്മദ് ഉദിച്ചൊരു നാട്ടിലെ മുന്തിരിയായില്ല നിത്യസ്വലാമത്തൊഴുകും പൊരിയിലെ പൊൻകിളിയായില്ല വീരബദർ ശുഹദാക്കളെ കയ്യായില്ല ശൂരധരായ ആലിയാർ തങ്ങളെ വീര്യവും കിട്ടിയില്ല ആശിച്ചു പോയി ഞാൻ അർഹമുറാഹിമേ ആശിച്ചു പോയി ഞാൻ അർഹമുറാഹിമേ മക്കത്ത് പൂത്തൊരു ഈന്ത മരത്തിലെ ഓരിലയായെങ്കിൽ ഹക്കത്ത മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൺതിരിയായെങ്കിൽ പുണ്യപ്പൊരുളാം ഖുർആൻ കേട്ട ഹിറാ ഗുഹയായില്ല പുൽകപ്പൊളിവാം ജംജമി നാട്ടിലെ ഒട്ടകമായില്ല പുണ്യപ്പൊരുളാം ഖുർആൻ കേട്ട ഹിറാ ഗുഹയായില്ല പുൽകപ്പൊളിവാം ജംജമി നാട്ടിലെ ഒട്ടകമായില്ല അൻസാരി തങ്ങളെ ആശ്രിതനാവാൻ ഭാഗ്യവും കിട്ടിയില്ല അഷ്റഫുൽഖൽക്കിന്റെ പൂമൊഴി കേൾക്കാൻ ഭാഗ്യവും കിട്ടിയില്ല ആശിച്ചു പോയി ഞാൻ അർഹമുറാഹിമേ ആശിച്ചു പോയി ഞാൻ അർഹമുറാഹിമേ മക്കത്ത് പൂത്തൊരു ഈന്ത മരത്തിലെ ഓരിലയായെങ്കിൽ ഹക്കത്ത മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൺതിരിയായെങ്കിൽ മുത്ത് ബിലാലിൻ്റെ ബാങ്കൊളി പരത്തണ കാറ്റലയായെങ്കിൽ മുബരാമമ്പിയാവനുള്ള നാട്ടിൽ ഞാൻ അന്നു പിറന്നെങ്കിൽ അന്നു പിറന്നെങ്കിൽ മക്കത്ത് പൂത്തൊരു ഈന്ത മരത്തിലെ ഓരിലയ
ഹക്കത്ത മുഹമ്മദ് നടകൊണ്ട വഴിയിലെ മൺതരിയായെങ്കിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്, സെയ്ൻ മുഹമ്മദ് നമുക്ക് നല്ലൊരു പാട്ട് ഇവിടെ അവതരിപ്പിച്ചു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? മാഷാ അല്ലാഹ്. നമ്മൾ ഈ ഇരിക്കുന്ന സദസ്സ് വളരെ പ്രാധാന്യം നിറഞ്ഞൊരു സദസ്സിലാണ്. നിങ്ങളെ ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അതൊരിക്കലും തെറ്റാവുകയില്ല. നോക്കൂ, നമ്മുടെ ഈ പ്രോഗ്രാം മെഹ്ദി ആരംഭിച്ചത് ഏത് സൂറത്ത് ഓതിക്കൊണ്ടാണ്? ആരാ പറയാ? ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ പറയാ? എന്നാൽ ഉറക്കെ പറയുന്ന ആരാ? അലഖ്. മാഷാ അല്ലാഹ്, സൂറത്തുൽ അലഖ്. അതിലെ ഒന്നാമത്തെ വാക്യത ഇഖ്റ. ആകാശത്ത് നിന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓതിക്കൊടുത്ത വാക്കാണ് ഇഖ്റ. താങ്കൾ വായിക്കൂ നബിയെ. ഈ കൽപ്പന നമ്മളോട് എല്ലാവരോടും കൂടിയാണ്. ആ ഒരു കൽപ്പന ഏറ്റെടുത്തുകൊണ്ടാണ് ഈ ഒരു നാടിന്റെ ഭരണാധികാരി ഷെയ്ഖ് ദക്തൂർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി കഴിഞ്ഞ 44 വർഷമായി ഈ ദൗത്യം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം, സന്തോഷിക്കാം. അൽഹംദുലില്ലാഹ്. അപ്പൊ ഈ ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇതിന്റെ തുടക്കം മുതൽ അവസാനം വരെ സാഘൂതം സശ്രദ്ധം നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു പ്രോഗ്രാമിനെ കേൾക്കണം, കാണണം. രണ്ടാമതായി നമുക്കറിയാം, നമ്മൾ മദ്രസയിൽ നിന്നാണ് വരുന്നത്. മദ്രസയിലെ കുട്ടികൾക്ക് പ്രത്യേകം വിശുദ്ധ ഖുർആനും ഹദീസുകളൊക്കെ പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ അച്ചടക്കവും നല്ല സ്വഭാവം ഉണ്ടാവും. അത് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? നമ്മുടെ മുന്നിലുള്ള ഓഡിയൻസിന് നമ്മൾ കാണിച്ചു കൊടുക്കണം, ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഇവിടെ ഒരുപാട് കുട്ടികൾ പല പ്രോഗ്രാമുകളും പ്രസന്റ് ചെയ്യാനുണ്ട്, അവതരിപ്പിക്കാനുണ്ട്. ഈ പ്രോഗ്രാമിന്റെ ഇടയിൽ നമ്മൾ സംസാരിച്ചാൽ എന്താ സംഭവിക്കുക? നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഉപ്പയോട് പറയാനുണ്ട്, ഉമ്മയോട് പറയാനുണ്ട്. പക്ഷേ നമ്മൾ ഉപ്പ എന്ന് വിളിക്കുകയാണ്, ഉമ്മ എന്ന് വിളിക്കുകയാണ്. പക്ഷെ ഉപ്പ വേറെന്തോ പണിയിലാണ്, ഉപ്പ നമ്മളെ കേൾക്കുന്നില്ല. ഉമ്മയാകട്ടെ അടുക്കളയിലെ തിരക്ക് പിടിച്ച പണിയിലാണ്, ഉമ്മയും കേൾക്കുന്നില്ല. എങ്കിൽ നമ്മുടെ ശബ്ദം കുറച്ചുകൂടി കൂടും. ഉപ്പ ഞാൻ പറയണത് കേൾക്കണില്ലേ എന്ന് ചോദിക്കും. എന്താ കാര്യം? നമ്മൾ വിളിക്കുമ്പോൾ ഉപ്പ കേൾക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, നമ്മൾ പറയണത് ഉമ്മ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ വന്ന് ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വേദിയിൽ വന്ന് ഒരു കുട്ടി ഒരു പ്രോഗ്രാം പ്രസന്റ് ചെയ്യുമ്പോ നിങ്ങൾ വേറെ ഏതോ കാര്യങ്ങൾ സംസാരിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അത് ശരിയാണോ? അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ അവസാനം വരെ നിങ്ങൾ സൈലന്റായി ഇരുന്നു കൊണ്ട് വേണം ഈ പ്രോഗ്രാം ശ്രദ്ധിക്കാൻ. അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളത്, പ്രാർത്ഥനയോടുകൂടിയാണ് നമുക്ക് ഈ പ്രോഗ്രാം അവസാനിപ്പിക്കേണ്ടത്. തുടങ്ങിയത് വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടാണ്, അവസാനിപ്പിക്കുന്നത് പ്രാർത്ഥനയോടെയാകണം. അതിൻ്റെ ഇടയിൽ നമ്മളുടെ ഓരോ ചലനങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പ്രതിഫലം കിട്ടണമെന്ന മഹത്തായ നിയ്യത്ത്, ഇന്റൻഷൻ നമുക്കുണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ പ്രോഗ്രാം നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് ഒരു വലിയൊരു സ്ക്രീനുണ്ട്. ഇംഗ്ലീഷുകാരും അറബികളൊക്കെ നടന്നു പോകുമ്പോൾ അവർ നമ്മളെ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ലോകത്തെ വ്യത്യസ്ത രാജ്യങ്ങളിലെ അതിഥികൾ അവരവിടെ കൂടി നടന്നു പോകുമ്പോൾ ഇവിടുത്തെ പ്രോഗ്രാം ലൈവായിട്ട് വീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി അച്ചടക്കത്തോടെ ഡിസിപ്ലിൻ പാലിച്ചുകൊണ്ടാകണം ഇതിൻ്റെ അവസാനം വരെ ഇരിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല ഇങ്ങനെ
കൂടിച്ചേരാൻ ഇങ്ങനൊരു സംവിധാനവും സൗകര്യവും ഒരുക്കി തന്നതിന് റബ്ബിനെ ശുക്ർ രേഖപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാ, അവസാനം വരെ ഏറ്റവും നല്ല രൂപത്തിൽ ഇത് ഭംഗിയായി നടത്താനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Jazakallah khairan, Ustad. Can anybody tell me what is the theme of this year's SIBF? Well, it's bainaka wa bain al-kitab. It's between you and a book. So let's invite Rehan Anus to give us an insight into the theme of SIBF 2025 in Arabic. السلام عليكم ورحمة الله وبركاته. الحمد لله الذي علم بالقلم، علم الإنسان ما لم يعلم، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله. أيها الإخوة والأخوات، اليوم نحن في معرض الشارقة الدولي للكتاب، وأريد أن أتكلم عن شعار هذا المعرض، وهو بينك وبين الكتاب. أيها الأحبة، الكتاب هو صديقك الصامت، والمعلم الذي لا يمل، والمرشد الذي لا يغيب. وإن قراءة القرآن الكريم هي أفضل كل قراءة، فبقراءتك لكلمات الله تتعلم الهدى والصبر والخير. قال سبحانه وتعالى: أعوذ بالله من الشيطان الرجيم ورتل القرآن ترتيلا. إذن كل كتاب تقرأه يثري عقلك ويوسع خيالك، وكل آية من القرآن تنمي نفوسك وتربي قلبك. فلنجعل لأنفسنا عادة يومية مع القراءة، وخصوصا قراءة القرآن، حتى نكون أذكى وأفهم وأهدى في حياتنا. ونشجع جميع الأطفال والشبان على الاستفادة من هذا المعرض الرائع وتجديد حب القراءة والتعلم كل يوم. أختتم كلامي هذا وأدعو الله لي ولكم جميعا أن يوفقنا لقراءة ما ينفعنا وينفعنا بما نقرأ. وأدعو الله لحاكم الشارقة صاحب السمو الشيخ دكتور سلطان بن محمد القاسمي حفظه الله أن يمنحه الله صحة جيدة وعمرا طويلا وتوفيقا في كل خير. أقول قولي هذا وأستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. والسلام عليكم ورحمة الله وبركاته. MashaAllah, Rehan, for that wonderful insight. Allah, the one who gives light to our lives, peace to our hearts, and guidance to our soul. Every success, every joy, and every moment of hope comes from only Him. When we remember Allah, our worries fade away. To remind us of Allah's greatness and mercy, let's welcome Badira Abdul Samad and team from Rashid Center, Dubai, along with Jaza Shabir, Ni'ma Jamila, Husna Ijaz, and Faiha Sudhir. Assalamu alaikum wa rahmatullahi wa barakatuh. Allah Allah ya Mawla, Allah Allah ya Mawla, Allah 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 Allahu. ആദിൽ ദുനിയാവിതിൽ നീതിമാനവൻ, പാരിതിൽ പടിവാതിലിൽ നൂറാണവൻ. അവനമൈത്ത് ഈ ഭവനമോ എത്ര ഹരിത സുന്ദരം, അടിമകൾക്കു തന്ന വരമോ അരികിലുലക മന്ദിരം. നാവിൽ പുണ്യനാമം എന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആദിൽ ദുനിയാവിതിൽ നീതിമാനവൻ, പാരിതിൽ പടിവാതിലിൽ നൂറാണവൻ. യുക്തിയിൽ തിരഞ്ഞുവോ ഭക്തിയിൽ അലിഞ്ഞുവോ,
സത്യധാരയിൽ നിത്യജീവനിൽ നിന്റെ കർമ്മപാതയിൽ പാപഭാരവേദിയിൽ മുക്തി നൽകുവാൻ ശക്തനാണവൻ. അഹദെന്ന ചിന്ത പന്തലിക്കണം, അതിലൂടെ എന്നും സഞ്ചരിക്കണം. വിളി കേൾക്കാൻ അവനൊരുവൻ, ഹിതമരുളുന്നവൻ الله الله عبيدك الله الله حبيبك الله الله عليم الله 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 عبيدك الله الله حبيبك الله الله عليم الله. സത്യദീനിലെ തണൽ നിത്യദൂതരിൽ പൊരുൾ കാതിലാദ്യമായി ഓതി നൽകിയവർ. വ്യക്തമായ പാതകൾ അർത്ഥപൂർണ രേഖകൾ വേദഗ്രന്ഥമായി വേദമന്ത്രമായി നിരപാതിരാവിൽ പായ നിർത്തണം. നിരകണ്ണു നീലിനുത്തരം തരും. വിളി കേൾക്കാൻ അവനൊരുവൻ, ഹിതമരുളുന്നവൻ الله الله عبيدك الله الله حبيبك الله الله عليم الله. ആദിൽ ദുനിയാവിതിൽ നീതിമാനവൻ, പാരിതിൽ പടിവാതിലിൽ നൂറാണവൻ. അടുത്തതായിട്ട് നമുക്കൊരു പാട്ട് കേട്ടാലോ? ഒരു മലയാളം പാട്ട് തന്നെ ആയിക്കോട്ടെ. Have you ever heard of കൈകളിൽ ഈ തിരി ഏന്താം? For that, I welcome Asma Wasim from Sharjah Madrasa. അസ്സലാമു അലൈക്കും. കൈകളിൽ തിരിയേന്താം, നേരിൻ കൈ തിരിയേന്താം. കൈകളിൽ തിരിയേന്താം, നേരിൻ കൈ തിരിയേന്താം. തിന്മകളാലേ ഇരുള് പരക്കും നാടിന് വെട്ടവുമേകാം, നാടിന് വെട്ടവുമേകാം. ധർമ്മപദത്തിൽ നീങ്ങാം, കർമ്മം നന്മകളാക്കാം. കരുണാമയനാം റബ്ബിൻ വഴിയിൽ നമുക്ക് നമ്മെ നൽകാം, നമുക്ക് നമ്മെ നൽകാം. ഉണരാം ഉണരാമുയരെ ശബ്ദമുയർത്താം, ധർമ്മം ഇവിടെ ജ്വലിക്കട്ടെ. മൂല്യം നിറയും പുതിയൊരു തലമുറ അതുവഴി ഇവിടെ ജനിക്കട്ടെ. കൈകളിൽ തിരിയേന്താം, നേരിൻ കൈ തിരിയേന്താം. തിന്മകളാലേ ഇരുള് പരക്കും നാടിന് വെട്ടവുമേകാം, നാടിന് വെട്ടവുമേകാം. അരുതായ്മകളോടകലും കാട്ടാൻ ആർജവമുള്ളവരാകാം. ആനന്ദത്തിൻ നേർവഴി കാട്ടി നമുക്ക് മാതൃകയാകാം. അരുതായ്മകളോടകലും കാട്ടാൻ ആർജവമുള്ളവരാകാം. ആനന്ദത്തിൻ നേർവഴി കാട്ടി നമുക്ക് മാതൃകയാകാം. മഴവില്ലഴകിൽ തിന്മ വരക്കും ലിബറൽ ചിന്തകളെല്ലാം തുടച്ചു മാറ്റി സദ്ഗുണമാകും വർണ്ണം ഇവിടെ വരയ്ക്കാം. ഉണരാം ഉണരാമുയരെ ശബ്ദമുയർത്താം, ധർമ്മം ഇവിടെ ജ്വലിക്കട്ടെ. മൂല്യം നിറയും പുതിയൊരു തലമുറ അതുവഴി ഇവിടെ ജനിക്കട്ടെ. കൈകളിൽ തിരിയേന്താം, നേരിൻ കൈ തിരിയേന്താം. തിന്മകളാലേ ഇരുള് പരക്കും നാടിന് വെട്ടവും നാടിന് വെട്ടവുമേകാം. ലഹരിയിലലിയും കൗമാരത്തിന് കാവലൊരുക്കാൻ നീങ്ങാം. സൽചിന്തകളാം ലഹരി നുണഞ്ഞ് നമുക്ക് വിശുദ്ധരാകാം. ലഹരിയിലലിയും കൗമാരത്തിന്
കാവലൊരുക്കാൻ നീങ്ങാം. സൽചിന്തകളാം ലഹരി നുണഞ്ഞ് നമുക്ക് വിശുദ്ധരാകാം. സൗഹാർദ്ദത്തിൻ കണ്ണി മുറിക്കാൻ ഫാഷിസം ഇവിടെ ഒരുങ്ങുമ്പോൾ കൈകൾ ചേർത്ത് നമുക്ക് പുതിയൊരു മാനവ പടയണി തീർക്കാം. ഉണരാം ഉണരാമുയരെ ശബ്ദമുയർത്താം, ധർമ്മം ഇവിടെ ജ്വലിക്കട്ടെ. മൂല്യം നിറയും പുതിയൊരു തലമുറ അതുവഴി ഇവിടെ ജനിക്കേ. കൈകളിലീ തിരിയേന്താം, നേരിൻ കൈ തിരിയേന്താം. തിന്മകളാലെ ഇരുൾ പരക്കും നാടിന് വെട്ടവുമേകാം, നാടിന് വെട്ടവുമേകാം. ആരാധനകൾ അഹദാം റബ്ബിന് മാത്രം നൽകി ജയിക്കാം. ഉമ്മയും ഉപ്പയും ഉള്ളിച്ചിരിക്കും സ്നേഹം പകർന്നു നൽകാം. ആരാധനകൾ അഹദാം റബ്ബിന് മാത്രം നൽകി ജയിക്കാം. ഉമ്മയും ഉപ്പയും ഉള്ളിച്ചിരിക്കും സ്നേഹം പകർന്നു നൽകാം. കാലം തേടും ദൗത്യം ചെയ്യാൻ നമ്മൾക്കൊന്നായി നിൽക്കാം. സത്യമതത്തിന് കെടാവിളക്കിന് ചുറ്റും ഓടിയിരിക്കാം. ഉണരാം ഉണരാമുയരെ ശബ്ദമുയർത്താം, ധർമ്മം ഇവിടെ ജ്വലിക്കട്ടെ. മൂല്യം നിറയും പുതിയൊരു തലമുറ അതുവഴി ഇവിടെ ജനിക്കട്ടെ. കൈകളിലീ തിരിയേന്താം, നേരിൻ കൈ തിരിയേന്താം. തിന്മകളാലെ ഇരുൾ പരക്കും നാടിന് വെട്ടവുമേകാം, നാടിന് വെട്ടവുമേകാം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഹലോ. ഓ പോരാ, സൗണ്ട് പോരാ. അയ്യോ മോശമാ കേട്ടോ. ഒന്നുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. മാഷാ അല്ലാ മാഷാ അല്ലാ, നൈസ് നൈസ് വോയിസ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളുടെ ഈ ഒരു ബുക്ക് ഫെയറിൽ നമുക്കൊരു അങ്കിൾ എപ്പോഴും ഇവിടെ വരാറുണ്ടല്ലേ, നമ്മുടെ മോഹൻകുമാർ അങ്കിൾ. മോഹൻകുമാർ അങ്കിൾ ചെറിയൊരു അസുഖമായിട്ട് റെസ്റ്റിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മോഹൻകുമാർ അങ്കിൾ ആശംസകൾ നേർന്നിട്ടുണ്ട്. നമുക്ക് മോഹൻകുമാറിന് വേണ്ടി പ്രാർത്ഥിക്കാം. അദ്ദേഹം എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് നമ്മളുടെ കൂടെ കൂടട്ടെ കേട്ടോ. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളുടെ ഈ ഒരു ബുക്ക് ഫെയർ അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അപ്പോൾ നമ്മൾക്ക് നമ്മളുടെ ബന്ധങ്ങളെയൊക്കെ കൂട്ടിയിണക്കാനും നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കാണാനും ഒക്കെ ഉള്ളൊരു വേദിയാണ് അല്ലേ? ആണോ അല്ലയോ? അപ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം, നമ്മളെല്ലാവരും വിചാരിക്കുന്ന ലോകത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള ആൾ ആരാണെന്നാണ്. ഏറ്റവും കൂടുതൽ സാമ്പത്തികമോ അല്ലെ പൈസയുള്ള അല്ലെ മണിയുള്ള ഫൈനാൻഷ്യലി റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ലോകത്തിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള ആളാണെന്നാണ് നമ്മൾ വിചാരിക്കുക. ശരിയാണോ? എന്നാൽ നമ്മൾ കേട്ടു, ലോകത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ആൾ പണമുള്ള ആളല്ല, സ്മോക്കിംഗ് ചെയ്യുന്ന ആളല്ല, ആൽക്കഹോൾ കഴിക്കുന്ന ആളല്ല, സെലിബ്രിറ്റീസ് അല്ല. ആരാണെന്നറിയാവോ? സ്വന്തം മക്കളോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള മാതാപിതാക്കളുടെ മക്കൾ. ആ മാതാപിതാക്കളാണ് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ളത് ലോകത്തിലെ. നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാലയായ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു സർവേ പ്രകാരം ഏറ്റവും കൂടുതൽ ഇന്ന് സന്തോഷം അനുഭവിക്കുന്ന മാതാപിതാക്കൾ അവരവരുടെ മക്കളുമായി ഏറ്റവും നല്ല ബന്ധമുള്ള അഫിലിയേഷൻ, അവരുടെ ആ കണക്ഷൻ വെച്ചിട്ട് ഏറ്റവും നല്ല മാതാപിതാക്കൾ അവരാണ്. അപ്പോൾ നമുക്ക് ആ ഒരു മക്കളായിട്ടല്ലേ നമുക്ക് മാറണ്ടേ? ആ മക്കൾക്ക് വേണ്ടി, ആ മാതാപിതാക്കൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയുണ്ടല്ലോ ഉസ്താദുമാർ പഠിപ്പിച്ച്, അതെല്ലാവരും ഒന്ന് ചൊല്ലിക്കേ. റബ്ബന ഹബിലന മിൻ അസ്വാജിന വദുർരിയതിന ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഈ പ്രാർത്ഥന എല്ലാവർക്കും അറിയാമല്ലോ. അറിയാവുന്നവരൊന്ന് കൈപൊക്കിക്കേ. ഈ പ്രാർത്ഥന അറിയാവുന്നവരൊന്ന് കൈപൊക്കിക്കേ. വളരെ കുറച്ച് പേർക്കും അറിയത്തുള്ളൂ. മാഷാ അല്ലാഹ്, ഈ ഒരു പ്രാർത്ഥന നമ്മളെല്ലാവരും പഠിക്കണം. തീർച്ചയായിട്ടും നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് തവക്കൽ വേണം അല്ലേ? ഒരു മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി നിങ്ങളെപ്പോലുള്ള കുറേ ആൾക്കാരും വലിയവരും ഒക്കെ കടപ്പുറത്തൊക്കെ ബീച്ചിലേക്ക് പോയി. എല്ലാവരും പറഞ്ഞു മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ബീച്ചിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ ഒരു കുട്ടി മാത്രം ഒരു അംബർല എടുത്തോണ്ട് വന്നു. ഒരു കുട്ടി മാത്രം ഒരു അംബർല എടുത്തോണ്ട് ബീച്ചിലേക്ക് വന്നു. എന്താണെന്നറിയാവോ?
എന്താണ് മോനെ നീ അംബർല എടുത്തിരിക്കുന്നു പറയും. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന എന്തിനു വേണ്ടിയാ? മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. അപ്പോൾ അള്ളാഹു നമുക്ക് മഴ തരും. അപ്പോൾ ആ ഒരു തവക്കലുള്ള ആ കുട്ടിക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ആ കുട്ടി കൊടയുമായി പോയത്, അംബർല ആയിട്ട് പോയത്. അപ്പോൾ നമ്മളെപ്പോഴും ആ ഒരു പ്രാർത്ഥന നമുക്ക് വേണം. The most precious gift from Allah. What is it? Let me give you a hint. The one whose love asks for nothing. Her smile gives us strength and her prayers protect us. Can you guess who it is? Yes, that is none other than our mother, Nammude Umma. This song is a gentle reminder of pure love, a love that never fades even when time passes. With hearts full of warmth and devotion, let's welcome Ni'ma Najib and her team from Rashid Center, Dubai, along with Amana Ijaz, Nehan and Jazza. ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ? അതിലെന്തുമ്മാൻ്റെ സ്വരമേ. ആരൊരാൾ കാട്ടുന്ന വാത്സല്യമൂർത്താലും മനസ്സിൽ പതിയുന്നതെന്തേ? അതിലെന്തുമ്മാൻ്റെ മുഖമേ. ആരിരോ ആരാരിരോ ഉമ്മാൻ്റെ പൂമോനുറങ്ങാരിരോ ഇതുപോലുറക്കുന്നൊരുമ്മ കൽബോട് ചേർത്തിട്ടൊരുമ്മ. ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ? അതിലെന്തുമ്മാൻ്റെ സ്വരമേ. ഉരുകുന്ന നേരം ഉമ്മാനെ വേണം, ഉടനെ തരുകിടും വ്യതമാറും. ഉലകിൽ ചിറകുയർത്തി പാറും. എത്ര ഉമ്മമാരതിന്ന് പള്ളിക്കാടിറങ്ങി, എത്ര മക്കളോടി ചെന്ന് ഉള്ളു നൊന്ത് വിങ്ങി. എത്ര ഉമ്മമാരതിന്ന് പള്ളിക്കാടിറങ്ങി, എത്ര മക്കളോടി ചെന്ന് ഉള്ളു നൊന്ത് വിങ്ങി. ഞാൻ ജീവനോടുള്ളൊരു കാലത്ത് എങ്ങനെ കാണും ഞാൻ ഉമ്മാൻ്റെ മയ്യത്ത്? ഞാൻ മരിക്കുന്നതാണെൻ്റെ ഹജത്ത്. ഉമ്മയിരിക്കട്ടെ എന്നും ഈ ലോകത്ത്. ഉമ്മ ഉമ്മ തണലാണ് നിങ്ങൾ, ഉമ്മ ഉമ്മ തളരാത്ത തിങ്കൾ. ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ? അതിലെന്തുമ്മാൻ്റെ സ്വരമേ. തീരാത്ത കവിത ഉമ്മാക്ക് മാത്രം, തിരകൾ പോലെ വന്നു മറയും. തീര സ്നേഹമെഴുതി തളരും. എൻ്റെ ഉമ്മയെ ചുമന്ന് ഞാൻ തവാഫ് ചെയ്യും. എൻ്റെ ഉമ്മ തൻ വിസർജവും തഹൂർ ചെയ്യും. എൻ്റെ ഉമ്മയെ ചുമന്ന് ഞാൻ തവാഫ് ചെയ്യും. എൻ്റെ ഉമ്മ തൻ വിസർജവും തഹൂർ ചെയ്യും. ഏതു കാലത്തും ചേർക്കുന്നു മാറത്ത്, ഏതൊരു കടലും മടങ്ങുന്നു നെഞ്ചത്ത്.
ഉമ്മ തണലാണ് നിങ്ങൾ. ഉമ്മ ഉമ്മ തളരാത്ത തിങ്കൾ. ആരൊരാൾ പാടുന്ന താരാട്ട് കേട്ടാലും മിഴികൾ നിറയുന്നതെന്തേ? അതിലെന്റുമ്മാന്റെ സ്വരമേ. ആരൊരാൾ കാട്ടുന്ന വാത്സല്യമൂർത്താലും മനസ്സിൽ പതിയുന്നതെന്തേ? അതിലെന്റുമ്മാന്റെ മുഖമേ. ആരിരോ ആരാരിരോ ഉമ്മാന്റെ പൂമോനുറങ്ങാരിരോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥിനികളെ, നിയമമോളും അവളെ കൂട്ടുകാരികളും പാടിയ പാട്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോ? പാട്ടിൻ്റെ ലിറിക്സ്, വരികൾ നിങ്ങൾ ശ്രദ്ധിച്ചോ? ബാപ്പനെയും ഉമ്മയെയും സ്നേഹിക്കുന്ന ഏതൊരാൾക്കും ഒന്ന് കണ്ണ് നനയും. നിങ്ങളൊക്കെ എന്തെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ഉപ്പയും ഉമ്മയും ഏതെങ്കിലും ഒരാൾ മരിച്ചു നിൽക്കുന്ന ഒരവസ്ഥ, നമ്മുടെ ഉമ്മയുടെ മയ്യത്താണ് നമ്മൾ കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ബാപ്പയുടെ മയ്യത്താണ് കാണുന്നതെങ്കിൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ മാനസികാവസ്ഥ? ഈ ഭൂമി ലോകത്ത് എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഏതൊരാളും നമുക്കൊക്കെ എന്തൊരു കാര്യവും നമ്മുടെ കയ്യിൽ കിട്ടിയതിന് ശേഷമാണ് നമ്മൾ അതിനെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുക. പക്ഷേ നമ്മുടെ ഉപ്പയും ഉമ്മയും നമ്മെ കിട്ടുന്നതിന് മുമ്പ് തന്നെ, എത്രയോ മുമ്പ് തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരാണ്. ഇത്ര ആത്മാർത്ഥമായി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമുക്ക് വേണ്ടി കണ്ണീർ വാർത്താൻ, നമ്മുടെ സന്തോഷത്തിൽ സന്തോഷം ഉൾക്കൊള്ളാൻ ഈ ഭൂമി ലോകത്ത് ഒരാളും ഉണ്ടാവുകയില്ല. നമ്മുടെ ഏതൊരു വേദനയും, നമുക്കുണ്ടാവുന്ന ചെറിയ ഒരു വേദന, നമുക്കുണ്ടാവുന്നൊരു പനി എത്രത്തോളം എന്ന് വെച്ചാൽ, നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വേണ്ടി, നമുക്ക് ചൂടേൽക്കാതിരിക്കാൻ, നമുക്ക് തണുപ്പേൽക്കാതിരിക്കാൻ, നമ്മെ കൊതുക് കടിക്കാതിരിക്കാൻ അതിനുള്ള ബ്ലാങ്കറ്റും അതിനുള്ള ലോഷനും അതിനുള്ള തുണിയും അതിനുള്ള എന്തൊക്കെയാണോ അതൊക്കെ നേരത്തെ തന്നെ ഒരുക്കി വെച്ചവരാണ് നമ്മുടെ ഉപ്പയും ഉമ്മയും, വിശിഷ്യ നമ്മുടെ ഉമ്മ. ആ ഉമ്മയെയും ഉപ്പയെയും സ്നേഹിക്കാതെ ആ ഉമ്മയും ഉപ്പയും നമ്മൾ വെറുപ്പിച്ചാലോ, നമുക്ക് ഈ ഭൂമി ലോകത്തുനിന്ന് തന്നെ ഏറ്റവും വലിയ ശിക്ഷയാണ് അള്ളാഹുവിൽ നിന്ന് കിട്ടുക. ബാപ്പയ്ക്കും ഉമ്മയ്ക്കും വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടാവരുത്. എല്ലാ ദിവസവും ഫർള് നമസ്കാരത്തിന് ശേഷം നമ്മുടെ ഉപ്പക്കും ഉമ്മക്കും വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടോ ബാപ്പക്കും ഉമ്മക്കും വേണ്ടി? എന്ത് പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കാറുള്ളത്? ഉറക്കെ പറയാം എല്ലാവരും. എന്താണ്? മാഷാ അല്ലാ, മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും ജമിയാൻ. നല്ല മക്കൾ അള്ളാഹുവിനോട് നമ്മൾ ധാരാളമായി പ്രാർത്ഥിക്കണം നമ്മുടെ ബാപ്പക്കും ഉമ്മക്കും വേണ്ടി. നമ്മെ നൊന്ത് പ്രസവിച്ച, നമുക്ക് വേണ്ടി യാതനകളും വേദനകളും കഷ്ടപ്പാടും സഹിച്ച നമ്മുടെ ഉമ്മക്ക് വേണ്ടി നമുക്ക് വേറൊന്നും കൊടുക്കാനില്ല. എന്ത് വാങ്ങിക്കൊടുത്താലും അത് പകരമാവില്ല. നമ്മളൊക്കെ അറിയാലോ അല്ലേ? എന്തു ചെയ്തു കൊടുത്താലും മതി വരില്ല. അതാണ് കവി പാടിയത്.
പകരം എന്തുണ്ടീ ദുനിയാവിൽ നൊന്തുപെറ്റ മാതാവിൻ കടം തീർക്കുവാനായി, നൊന്തുപെറ്റ മാതാവിൻ കടം തീർക്കുവാനായി. നമ്മെ വേദനിച്ച് പ്രസവിച്ച നമ്മുടെ ഉമ്മ, ആ വേദന അതുകൊണ്ട് അവസാനിച്ചോ? ഒരുപക്ഷെ സിസേറിയനിലൂടെ പ്രയാസപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പോലും നമ്മൾ കരയുകയാണെങ്കിൽ നമ്മെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ വേദന പോലും സഹിച്ചുകൊണ്ട് ഉമ്മ നമുക്ക് അമ്മിഞ്ഞപ്പാൽ നൽകുന്നു. രാത്രിയോ എത്രയോ ദിവസങ്ങൾ ഉമ്മക്ക് വേണ്ടി നമ്മുടെ ബാപ്പ കാവൽ നിൽക്കുന്നു. ഇങ്ങനെയുള്ള ഉപ്പയ്ക്കും ഉമ്മയ്ക്കും വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഈ ഒരു സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ മെസ്സേജ് എന്ന് പറയുന്നത് നമ്മുടെ ബാപ്പക്കും ഉമ്മക്കും വേണ്ടി ഉള്ള നല്ല മക്കളായി തീരുക എന്നുള്ള, സ്വാലിഹായ മക്കളായി തീരുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ബാപ്പക്കും ഉമ്മക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന സ്വാലിഹീങ്ങളായ മക്കളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉസ്താദിനെയും ഇവിടെയുള്ള എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബി റഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ എന്ന് നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മയും നമ്മുടെ ഉപ്പയെയും ഉമ്മയെയും എല്ലാവരെയും സ്വർഗ ലോകത്ത് സ്വർഗ പൂന്തോപ്പിൽ ഒരുമിച്ച് ചേർക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എല്ലാവർക്കും നമ്മളെ പാരന്റ്സിനെ വളരെ ഇഷ്ടമല്ലേ? ഇഷ്ടമല്ലേ? ഒന്നും കേൾക്കാനില്ലല്ലോ. ഇപ്പോഴും ഒന്നും കേൾക്കാനില്ലല്ലോ. യെസ്, നമുക്കെല്ലാവർക്കും നമ്മളെ മാതാപിതാക്കളെ ഇഷ്ടമാണ്. അതിനായി അലീന മുഹമ്മദിനെ ക്ഷണിക്കുന്നു അബുദാബി മദ്രസയിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وقضى ربك ألا تعبدوا إلا إياه وبالوالدين إحسانا. പ്രിയപ്പെട്ട അധ്യാപകരെ, ഷാർജ ബുക്ക് ഫെയർ ഒരുക്കിയ ബഹുമാനരെ, കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യമായി എനിക്ക് ഈ വേദിയിൽ അവസരം ലഭിച്ചതിന് അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. എനിക്ക് ഇന്ന് സംസാരിക്കാൻ ഉള്ളത് സ്നേഹനിധിയായ മാതാപിതാക്കളെ കുറിച്ചാണ്. അള്ളാഹും റസൂലും കഴിഞ്ഞാൽ നാം ഏറ്റവും സ്നേഹിക്കേണ്ട നമ്മുടെ മാതാപിതാക്കളെയാണ്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ഖുർആൻ ആയത്തിൽ അള്ളാഹു പറയുന്നു, വഖളാ റബ്ബുക, നിന്റെ റബ്ബ് കൽപ്പിച്ചിരിക്കുന്നു, അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, നിങ്ങൾ അവനെ അല്ലാതെ ആരാധിക്കരുതെന്നും, വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വൃദ്ധരായ മാതാപിതാക്കളെ അല്ലെങ്കിൽ അവരിൽ ഒരാളെയോ നിങ്ങൾക്ക് ലഭിച്ചിട്ട് സ്വർഗം നേടിയില്ലെങ്കിൽ അവനു നാശം, അവനു നാശം, അവനു നാശം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, മാതാപിതാക്കൾക്ക് വേണ്ട വിധം നോക്കാതെ, അവർക്ക് പരിഗണന നൽകാതെ അവരുടെ കൂടെ ഉണ്ടായിട്ട് എന്ത് കാര്യം? മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കൾക്ക് ഒരിക്കലും ബർക്കത്ത് ഉണ്ടാകുകയില്ല. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹിയുടെ കണ്ണിന്റെ കാഴ്ച അല്ലാഹു തിരിച്ചു നൽകിയത് ഉമ്മയുടെ ദുആയിലാണ്. അറിയുക കൂട്ടുകാരെ, നമ്മുടെ മാതാപിതാക്കൾ സ്വർഗത്തിന്റെ കവാടങ്ങളാണ്. ഒരു മഹാനായ പണ്ഡിതൻ കരയുകയാണ്. എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് സ്വർഗം നേടാൻ 2 കവാടങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു കവാടം ഇന്ന് അടയ്ക്കപ്പെട്ടു. എൻ്റെ ഉമ്മ മരണപ്പെട്ടിരിക്കുകയാണ്. ഓരോ ഉമ്മമാരും നമ്മെ പ്രസവിച്ചത് കഷ്ടപ്പെട്ടിട്ടാണ്. ആ ഉമ്മയുടെ കാൽപാദത്തിലാണ് സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താണ് അത്ഭുതമായിട്ടുള്ളത്?
നന്മയും തിന്മയും നാം തിരിച്ചറിഞ്ഞത് അവരിലൂടെയാണ്. ഉപ്പയുടെ നെഞ്ചിലെ മിടിപ്പാണ് നമ്മുടെ ജീവൻ. ഉപ്പ ഒഴുകുന്ന വിയർപ്പാണ് നമ്മളിൽ പരക്കുന്ന സുഗന്ധം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ചിന്തിച്ചു നോക്കുന്നുണ്ടോ നമുക്ക് വേണ്ടി നമ്മുടെ മാതാപിതാക്കൾ ഓരോ ദിവസവും കഷ്ടപ്പെടുന്നത് എത്രയാണെന്നും? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറ ലുഖ്മാനിൽ പറഞ്ഞു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം അനഷ്കുർ ലീ വലിവാലിദൈക്. എനിക്കും നിന്റെ മാതാപിതാക്കൾക്കും നീ നന്ദി ചെയ്യണം. അത് നന്ദി ചെയ്യുമ്പോൾ ആണ് സ്വർഗം എന്ന പൂങ്കാവ് നമ്മളിലേക്ക് എത്തിച്ചേരുക. പ്രശ്നങ്ങൾ കൂടി വരുന്ന ഈ കാലത്ത് നാം വളരെ അധികം ശ്രദ്ധിക്കണം. മാതാപിതാക്കളോടുള്ള കടമകൾ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നില്ലേ? അവരോട് സലാം പറയണം, അവരെ ബഹുമാനിക്കണം, അവരെ അനുസരിക്കണം, അവരെ തൃപ്തി നേടണം, അവരെ മുമ്പിൽ ശബ്ദം ഉയർത്താതിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്. കൂട്ടുകാരെ, നാം എപ്പോഴും നമ്മുടെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കണം. കൂട്ടുകാരെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. റബ്ബിർ ഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അല്ലാഹുവേ, നാളെ പരലോകത്ത് ഉപകരിക്കുന്ന സ്വാലിഹായ മക്കളാക്കണേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ജസാക്കല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. MashaAllah, MashaAllah, Barakallah Feek. Everybody say MashaAllah for Alina Muhammad. MashaAllah. Again, a mother's heart full of love, mercy and endless sacrifices. To honor this beautiful love, let's welcome Abdullah bin Faisal and team along with Hazin, Rayan Fahad and Mishab from Sharjah Madrasa for their qasida presentation on Qalbul the heart of the mother. Assalamu alaikum wa rahmatullahi wa barakatuh. സ്നേഹാദരണീയരായ പണ്ഡിതന്മാരെ, രക്ഷിതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ, കുട്ടികളെ, 1875-1950 ഈ കാലയളവിൽ ജീവിച്ചിരുന്ന പ്രശസ്ത എഴുത്തുകാരനും കവിയുമായിരുന്ന ഷെയ്ഖ് ഇബ്രാഹിം അൽ മുന്തിർ അദ്ദേഹത്തിൻ്റെ ഖൽബുൽ എന്ന ഖസീദയുടെ സാരാംശമാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ നമ്മൾ അവതരിപ്പിക്കുന്നത്. أغرى امرؤ يوما غلاما جاهلا بنقونه كيما ينال به الوطر قال ائتني بفؤاد أمك يا فتاه ولك الدراهم والجواهر والدرر. One day a man gave money to an ignorant child and he said to him, "If you bring me your mother's heart, I will give you many gifts including pearls and corals." فمضى وأغرز خنجرا في صدرها والقلب أخرجه وعاد على الأثر. So what did the boy do? He went back to his home, took a large knife and cut open his own mother's chest and took out her heart and hurried back. لكنه من فرط سرعته هوى فتدحرج القلب المقطع إذ عثر. While running back quickly with his mother's heart, he tripped on a stone and fell. The heart that had been fallen was now covered in dust. പ്രിയപ്പെട്ട കൂട്ടുകാരെ, വിശുദ്ധ ഖുർആനിലെ മനോഹരമായൊരു ആയത്ത്, وَقَضَى رَبُّكَ أَلَّا تَعْبُدُوا إِلَّا إِيَّاهُ وَبِالْوَالِدَيْنِ إِحْسَانًا. Dear friends, look at this ayah. Allah subhanahu wa ta'ala is saying that worship to Him alone. Right after this important statement, He is also telling to do good for your parents.
إما يبلغن عندك الكبر أحدهما أو كلاهما. If one or both of your parents are with you in their old age, فلا تقل لهما أف ولا تنهرهما وقل لهما قولا كريما. you should not even say a word of disrespect like uff. Rather, talk to them with politeness and kindness. ഷെയ്ഖ് ഇബ്രാഹിം അൽ മുൻദിറിന്റെ ഖസീദയുടെ ബാക്കി. ناداه قلب الأم وهو معفر ولدي حبيبي هل أصابك من ضرر. നോക്കൂ കുട്ടികളെ, കയ്യിൽ നിന്ന് തെറിച്ചു വീണ് പൊടിപ്പുരണ്ട ആ ഹൃദയം, അതിൽ നിന്ന് അതാ ഒരു ശബ്ദം, എൻ്റെ പൊന്നുമോനെ നിനക്ക് എന്തെങ്കിലും പറ്റിയോ? فكأن هذا الصوت رغم حنوه غضب السماء على الغلام قد انهمر. ആ ഉമ്മാന്റെ ഹൃദയത്തിൽ നിന്ന് വന്ന ആ ശബ്ദത്തിന് സ്നേഹവും അലിയും ഉണ്ടായിട്ടും ആകാശഭൂമികൾ കോപിക്കുമാറ് പ്രയാസമാണ് ആ മകൻ അവിടെ ചെയ്തു വെച്ചത്. قال رسول الله صلى الله عليه وسلم رضا الله في رضا الوالدين وسخط الله في سخط الوالدين. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിൻ്റെ തൃപ്തിയും അവരുടെ ദേഷ്യത്തിലാണ് അള്ളാഹുവിൻ്റെ ദേഷ്യവും. فاستل خنجره ليقتل نفسه طعنا فيبقي عبرة لمن اعتبر. ناداه قلب الأم كفا يدا ولا تذبح فؤادي مرتين على الأثر. നോക്കൂ കുട്ടികളെ, ആ ഉമ്മാന്റെ സ്നേഹം മനസ്സിലാക്കിയ ആ മകൻ കത്തിയെടുത്ത് സ്വന്തത്തെ കൊലപ്പെടുത്താൻ നോക്കുമ്പോൾ അതാ ആ ഉമ്മയുടെ ഹൃദയം വീണ്ടും വിളിച്ചു പറയുന്നു, എൻ്റെ പൊന്നുമോനെ എന്തിനാണ് നീ എന്നെ വീണ്ടും വേദനിപ്പിക്കുന്നത്? قال الله عز وجل في قرآن الكريم واخفض لهما جناح الذل من الرحمة وقل رب ارحمهما كما ربياني صغيرا. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങളുടെ കാരുണ്യത്തിൻ്റെ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കുകയും അവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുകയും ചെയ്യുക. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. അള്ളാഹുവേ, ചെറുപ്പത്തിൽ ഞങ്ങളെ പോറ്റി വളർത്തിയതുപോലെ നീ അവരോട് കാരുണ്യം കാണിക്കണമേ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ പറയൂ, മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്താണെന്ന് അറിയുമോ? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഉമ്മയില്ലാത്ത ലോകത്തെക്കുറിച്ച് ചിന്തിക്കാനേ കഴിയില്ല. അതിനാൽ അവർക്ക് വേണ്ടി നാം എപ്പോഴും പ്രാർത്ഥിക്കണം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഉമ്മി കം അഹ്വാഹാ أشتاق لمرآها وأحن لألقاها وأقبل يمناها. أمي كم أهواها أشتاق لمرآها وأحن لألقاها وأقبل يمناها. أمي هي نبع حنان، أمي هبة الرحمن والروح كما الريحان أسعد كم بشذاها. أمي كم أهواها أشتاق لمرآها وأحن لألقاها وأقبل يمناها. أمي هي أحلى الحور يبدو في الوجه النور. أمي فرح وحبور وضياء يغشاها. أمي كم أهواها أشتاق لمرآها وأحن لألقاها وأقبل يمناها. أمي كم أهواها أشتاق لمرآها وأحن لألقاها وأقبل يمناها. السلام عليكم ورحمة الله. They said a dua right now, right? So, do you know the dua for your parents? Everybody repeat after me. Rabbirhamhuma
رب ارحمهما كما ربياني صغيرا. Now all together. رب ارحمهما كما ربياني صغيرا. رب ارحمهما كما ربياني صغيرا. As now we all understood the dua and we have to say this every day. Okay, next up, Prophet Muhammad sallallahu alayhi wasallam, the mercy of Allah to all the worlds, whose heart was full of compassion and whose life was a perfect example of noble character and forgiveness. He always cared for everyone, no rather the old or the young, teaching us how to live with love, kindness, and peace. Next, we have a speech about our role model by Faiha Fatima from Ajman Madrasa. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. My dear brothers and sisters, Allah subhanahu wa ta'ala sent to us the greatest blessing that this world has ever known. Prophet Muhammad sallallahu alayhi wa sallam, a mercy for all of humanity. Allah subhanahu wa ta'ala says in the Quran in Surah Al-Anbiya, ayah number 107, وَمَا أَرْسَلْنَاكَ إِلَّا رَحْمَةً لِلْعَالَمِينَ. And we have not sent you, O Muhammad, except as a mercy to the world. Yes, he was a mercy to the poor and the weak, a mercy to the orphan and the widow, a mercy to the entire world. The Prophet Muhammad sallallahu alayhi wasallam was the perfect human being, pure in heart, gentle in speech, humble in action. He taught us what it truly means to love, to respect, to forgive, and to live with purpose. He was the kindest to children, often carrying them on his shoulders and smiling with them. He respected and honored women, reminding men to treat them with compassion and dignity. He helped the needy, cared for the sick, and stood firmly for justice, even when it was against himself or his family. Allah subhanahu wa ta'ala described him beautifully in the Quran in Surah Al-Ahzab, ayah number 21. لَقَدْ كَانَ لَكُمْ فِي رَسُولِ اللَّهِ أُسْوَةٌ حَسَنَةٌ لِمَنْ كَانَ يَرْجُو اللَّهَ وَالْيَوْمَ الْآخِرَ وَذَكَرَ اللَّهَ كَثِيرًا. Indeed, the messenger of Allah subhanahu wa ta'ala, you have an excellent example. If you want to learn patience, look at him. If you want to learn forgiveness, remember how he forgave the people of Mecca who had hurt him for years. On the day he had entered victorious, he said to them, "Go, for you are free. No revenge, no hatred, only mercy." My dear brothers and sisters, loving the Prophet Muhammad sallallahu alayhi wasallam is not just about saying his name. It is about living his message. It means speaking the truth when it's hard. It means helping others when no one is watching. It means being kind, patient, and sincere in every part of our lives. So let's learn about his life. Let's follow his sunnah. And let's teach our children who he was, the man who changed the world with love, patience, faith, and mercy. And let's pray that Allah subhanahu wa ta'ala makes us among those who truly follow his path, who loves him sincerely, and who will be gathered with him in the highest level of paradise. Ameen. وآخر دعوانا عن الحمد لله رب العالمين
Assalamu alaikum wa rahmatullahi wa barakatuh. MashaAllah, what a wonderful speech. The Prophet Muhammad sallallahu alayhi wasallam, truly a role model. His character exalted in all aspects of life. Let us be like him, and we will try our best to be like him and keep him as our role model. Inshallah. In every smile we share, in every hand we hold, humanity lives. It's in our actions, our words, and our hearts. The kindness we show to one another, to remind us of the beauty of compassion and the power of caring for others. Let's welcome Umar Abdullah and team, along with Ihsan Abdul Majid, Irfan Rabah, Nisar, Hadin, Aman Rafiq, Faizan Shuhaib from Ummul Quay Madrasa for their inspiring song on humanity. Assalamu alaikum. മാനവമോചന മന്ത്രമുണർന്നിടും നാളുകൾ തേടിടും മാനസമിൽ ശാന്തി പകർന്നു നിതാന്ത സമാധാനത്തിനു കാരണമാണിസ്ലാം സമാധാനത്തിനു പൊന്നിസ്ലാം മാനവമോചന മന്ത്രമുണർന്നിടും നാളുകൾ തേടിടും മാനസമിൽ ശാന്തി പകർന്നു നിതാന്ത സമാധാനത്തിനു കാരണമാണിസ്ലാം സമാധാനത്തിനു പൊന്നിസ്ലാം ആദിമമർത്യനും അവസാനം വരെ ഭൂമിയിൽ പാർത്തിടും മാനുജനും ആദിമമർത്യനും അവസാനം വരെ ഭൂമിയിൽ പാർത്തിടും മാനുജനും സ്നേഹസമാധാനം ഉര ചെയ്തിടും പാവന സേവനമാണിസ്ലാം സമാധാനത്തിനു പൊന്നിസ്ലാം സ്നേഹസമാധാനം ഉര ചെയ്തിടും പാവന സേവനമാണിസ്ലാം സമാധാനത്തിനു പൊന്നിസ്ലാം മാനവമോചന മന്ത്രമുണർന്നിടും നാളുകൾ തേടിടും മാനസമിൽ ശാന്തി പകർന്നു നിതാന്ത സമാധാനത്തിനു കാരണമാണിസ്ലാം സമാധാനത്തിനു പൊന്നിസ്ലാം സൃഷ്ടികളാൽ കരസാഗരവും അഴകേറിടും സബ്അസമാവാത്തും സൃഷ്ടികളാൽ കരസാഗരവും അഴകേറിടും സബ്അസമാവാത്തും തീർത്തിടും റബ്ബിന് മാത്രം ഇബാദത്തേകുകൾ നേടിടുമാ സകലം മോചനം നേടിടുമാ സകലം തീർത്തിടും റബ്ബിന് മാത്രം ഇബാദത്തേകുകൾ നേടിടുമാ സകലം മോചനം നേടിടുമാ സകലം മാനവമോചന മന്ത്രമുണർന്നിടും നാളുകൾ തേടിടും മാനസമിൽ ശാന്തി പകർന്നു നിതാന്ത സമാധാനത്തിനു കാരണമാണിസ്ലാം സമാധാനത്തിനു പൊന്നിസ്ലാം അക്രമമാൽ ദുരമൂത്തിടും പാരിതിൽ തേങ്ങലുകൾ നിറരോധനവും അക്രമമാൽ ദുരമൂത്തിടും പാരിതിൽ തേങ്ങലുകൾ നിറരോധനവും കേട്ടു തകർന്നു തളർന്നവർക്കാശ്രയ മോചന മന്ത്രണമാണിസ്ലാം സമാധാനത്തിനു പൊന്നിസ്ലാം കേട്ടു തകർന്നു തളർന്നവർക്കാശ്രയ മോചന മന്ത്രണമാണിസ്ലാം സമാധാനത്തിനു പൊന്നിസ്ലാം മാനവമോചന മന്ത്രമുണർന്നിടും നാളുകൾ തേടിടും മാനസമിൽ ശാന്തി പകർന്നു നിതാന്ത സമാധാനത്തിനു കാരണമാണിസ്ലാം സമാധാനത്തിനു പൊന്നിസ്ലാം നൈമിഷ ജീവിതം ഈ ദുനിയാവിതിൽ നേരു തകർന്നിടും ആദിയിലും നൈമിഷ ജീവിതം ഈ ദുനിയാവിതിൽ നേരു തകർന്നിടും ആദിയിലും നേർവഴി കാട്ടിടുമോ ജനമാർഗമുണർത്തിടും പാവന ദീനിസ്ലാം
സമാധാനത്തിന് പൊന്നിസ്ലാം. നേർവഴി കാട്ടിടും മോചനമാർഗമുണർത്തിടും പാവന ദീനിസ്ലാം. സമാധാനത്തിന് പൊന്നിസ്ലാം. മാനവ മോചന മന്ത്രമുണർന്നിടും നാളുകൾ തേടിടും മാനസമിൽ. ശാന്തി പകർന്നു നിതാന്ത സമാധാനത്തിനു കാരണമാണിസ്ലാം. സമാധാനത്തിന് പൊന്നിസ്ലാം. മാനവ മോചന മന്ത്രമുണർന്നിടും നാളുകൾ തേടിടും മാനസമിൽ. ശാന്തി പകർന്നു നിതാന്ത സമാധാനത്തിനു കാരണമാണിസ്ലാം. സമാധാനത്തിന് പൊന്നിസ്ലാം. ശാന്തി പകർന്നു നിതാന്ത സമാധാനത്തിനു കാരണമാണിസ്ലാം. സമാധാനത്തിന് പൊന്നിസ്ലാം. MashaAllah, Barakallah Fikum. And now a Malayalam group song titled Kashtangal Tirkan Allahu Matram. I call upon Aisha Neha and team from Abu Dhabi Madrasa. I call upon the team members Jannah Sharif, Safia bint Munir, Alina Muhammad Faisal and Hiba Shamir. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഷ്ടങ്ങൾ തീർക്കാൻ അല്ലാഹു മാത്രം ഇഷ്ടം തരുന്നോൻ അല്ലാഹു മാത്രം. നഷ്ടം ഭവിക്കാത്തതാവുന്നു മാത്രം. സൃഷ്ടാവ് നീ, നിനക്കാണ് സ്തോത്രം. കഷ്ടങ്ങൾ തീർക്കാൻ അല്ലാഹു മാത്രം ഇഷ്ടം തരുന്നോൻ അല്ലാഹു മാത്രം. നഷ്ടം ഭവിക്കാത്തതാവുന്നു മാത്രം. സൃഷ്ടാവ് നീയേ, നിനക്കാണ് സ്തോത്രം. ചാരുറ്റ പാരിന് രൂപം കൊടുത്തോൻ രാവും പകൽ സൂര്യചന്ദ്രൻ പടച്ചോൻ. ചാരുറ്റ പാരിന് രൂപം കൊടുത്തോൻ രാവും പകൽ സൂര്യചന്ദ്രൻ പടച്ചോൻ. പാരിൽ തുഷാരം മരുത്തും ചൊരിഞ്ഞോൻ താരാമ്പരത്തിൻ്റെ മേലാപമേതോൻ. കഷ്ടങ്ങൾ തീർക്കാൻ അല്ലാഹു മാത്രം ഇഷ്ടം തരുന്നോൻ അല്ലാഹു മാത്രം. നഷ്ടം ഭവിക്കാത്തതാവുന്നു മാത്രം. സൃഷ്ടാവ് നീയേ, നിനക്കാണ് സ്തോത്രം. ഒട്ടേറെ ഗോളങ്ങളോട്ടുന്ന നാഥൻ തട്ടാതെ മുട്ടാതെ പോറ്റുന്ന കേമൻ. ഒട്ടേറെ ഗോളങ്ങളോട്ടുന്ന നാഥൻ തട്ടാതെ മുട്ടാതെ പോറ്റുന്ന കേമൻ. പൊട്ടാതെ മട്ടും പകിട്ടേറി രാജൻ മട്ടോടെ പോറ്റി വളർത്തുന്ന നാഥൻ. കഷ്ടങ്ങൾ തീർക്കാൻ അല്ലാഹു മാത്രം ഇഷ്ടം തരുന്നോൻ അല്ലാഹു മാത്രം. നഷ്ടം ഭവിക്കാത്തതാവുന്നു മാത്രം. സൃഷ്ടാവ് നീയേ, നിനക്കാണ് സ്തോത്രം. പാരാവാരം സൃഷ്ടിനാനാത്തരങ്ങൾ ചാരുറ്റ പൂങ്കാവ് മേരെ മരങ്ങൾ. പാരാവാരം സൃഷ്ടിനാനാത്തരങ്ങൾ ചാരുറ്റ പൂങ്കാവ് മേരെ മരങ്ങൾ. പാരാകെ ചെലുറ്റതാക്കിയ കൈകൾ ആരാധ്യൻ അല്ലാഹുവിൻ വൈഭവങ്ങൾ.
മരങ്ങൾ കഷ്ടങ്ങൾ തീർക്കാൻ അല്ലാഹു മാത്രം ഇഷ്ടം തരുന്നോൻ അല്ലാഹു മാത്രം നഷ്ടം ഭവിക്കാത്തതാവുന്നു മാത്രം സൃഷ്ടാവ് നീയേ നിനക്കാണ് സ്തോത്രം കഷ്ടങ്ങൾ തീർക്കാൻ അല്ലാഹു മാത്രം ഇഷ്ടം തരുന്നോൻ അല്ലാഹു മാത്രം നഷ്ടം ഭവിക്കാത്തതാവുന്നു മാത്രം സൃഷ്ടാവ് നീയേ നിനക്കാണ് സ്തോത്രം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു കഷ്ടങ്ങൾ തീർക്കാൻ അല്ലാഹു മാത്രം. മാഷാ അല്ലാഹ്, what a wonderful song. Everybody say മാഷാ അല്ലാഹ്. From connecting the world to sharing knowledge, social media has changed the way we live, learn and communicate. But along with its benefits, it comes with responsibilities and challenges that we must understand. To share thoughts and insights on this very important topic, let's welcome Inara Muhammad from Abu Dhabi Madrasa to the stage. السلام عليكم ورحمة الله وبركاته. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. Have you ever picked up your phone just to check one thing and then suddenly 30 minutes go by? That's the power of the endless scroll on apps like Instagram, TikTok and YouTube. Today, I'm going to talk about something we all use and love, social media. Social media is a fantastic tool. It lets us share moments, learn new things, stay connected with family and friends around the world, and reconnect with people we haven't seen in years. Social media is a miracle of connectivity. However, like any powerful tool, it acts as a double-edged sword. We need to use it wisely, and this is where our faith, Islam, gives us beautiful guidance, alhamdulillah. In Islam, we are taught the principles of moderation and being mindful of how we spend our time. Time is a precious gift from Allah subhanahu wa ta'ala. Allah says in the Quran, Surah Al-Sharh, Ayah 7, أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإذا فرغت فانصب. Meaning, so when you have completed your duties, then stand up for worship. This ayah tells us that when we complete our tasks or have free time, we should turn towards another beneficial task, often meaning acts of worship, learning, or helping others. The endless scroll on social media can take away from these precious minutes and can stop us from fulfilling this beautiful principle. Social media is an extension of our tongue and our actions. Every post, every comment, every share is a recorded action. Islam places an immense emphasis on the responsibility that comes with our words. Surah Al-Hujurat, Ayah 6. أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصيبه على ما فعلتم نادمين. Meaning, O you who have believed,
If there comes to you a disobedient one with any news, verify it, lest you harm some people out of ignorance and then regret what you have done. This verse is a timeless call for digital responsibility, urging us to verify before sharing and to protect others from misinformation. So, the challenge before us is not to avoid social media entirely. The challenge is to master the tool, not be mastered by the scroll. I would like to share a few tips on how to use social media wisely. Be mindful. Before opening an app, ask yourself, is this beneficial? Is this pleasing to Allah subhanahu wa ta'ala? Be intentional. Use social media to share light, to learn, to stay connected with family, and to promote good. Be a guardian. Protect your eyes from falsehoods, your tongue from negativity, and your heart from envy. Let us ensure that our digital footprint is a legacy that we would be proud to present on the Day of Judgment. May Allah subhanahu wa ta'ala grant us the wisdom to make our social media presence a source of benefit for ourselves, our community, and the world. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. Barakallah feek. I hope everyone understood how to use social media in a controlled manner. Our 5 senses, they help us recognize our Lord's creations, enjoy the beauty around us, and learn about the world He had made. Now I welcome Mehra Sharif along with her team. Let me call Neha Fatima, Dua Zahra, Nawal, Asiya Minha, Faiha, Zayha Habish, Zara Afshid, and Hajara Hadiya from Ajman Madrasa to present an Arabic skit on how we can use them to thank Allah and do good deeds. أنا إنسان لي إحساس أملك دوما 5 حواس بالأنف أشم الوردة بيدي ألمس وجه الجدة أنا إنسان لي إحساس أملك دوما 5 حواس بالأنف أشم الوردة بيدي ألمس وجه الجدة بالعينين أرى الأعلام تخفق في أمن وسلام بالعينين أرى الأعلام تخفق في أمن وسلام بالأذنين أسمع تغريد العصفور وهو يحلق فوق الدور بالأذنين أسمع تغريد العصفور وهو يحلق فوق الدور بلساني أتذوق حلوى وبها جسمي يصبح أقوى بلساني أتذوق حلوى وبها جسمي يصبح أقوى أنا إنسان لي إحساس أملك دوما 5 حواس بالأنف أشم الوردة بيدي ألمس وجه الجدة أنا إنسان لي إحساس أملك دوما 5 حواس بالأنف أشم الوردة بيدي ألمس وجه الجدة بالعينين أرى الأعلام تخفق في أمن وسلام بالعينين أرى الأعلام تخفق في أمن وسلام بالأذنين أسمع تغريد العصفور وهو يحلق فوق الدور بالأذنين أسمع تغريد العصفور وهو يحلق
أتذوق حلوى وبها جسمي يصبح أقوى بلساني أتذوق حلوى وبها جسمي يصبح أقوى. Next, we have a group song from Ajman Madrasa. And guess what? They're gonna sing it in 4 different languages. Amazing. Let's welcome Safna and team to the stage for their group song. The team members are Huda Joe, Asma Wasim, Amal Aisha, Maryam and Amina Shaza. Assalamu alaikum. Allahu 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 Allah Allahu 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 Allah Allahu 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 Allah Allahu Allahu Allah. As I look to nature's beauty, dazzle the mind, knowing everything goes on you, the Lord Most High. As I look to nature's beauty, dazzle the mind, knowing everything goes on you, the Lord Most High. Allahu 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 Allah Allahu 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 Allah Allahu 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 Allah Allahu Allahu Allah. شو أعمل اللي شو قلبي معلق فيها، من كتر الحكي الحكيو صاير محلم فيها. شو أعمل اللي شو قلبي معلق فيها، من كتر الحكي الحكيو صاير محلم فيها. زمل 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 الله يكرمني فيها، زمل 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 الله يكرمني فيها، الله يكرمني فيها، الله يكرمني فيها. الله 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 الله. मैं भी रोजे रखूंगा या अल्लाह तौफीक दे, नमाज़ें पढ़ने जाऊं मैं या अल्लाह तौफीक दे. मैं भी रोजे रखूंगा या अल्लाह तौफीक दे, नमाज़ें पढ़ने जाऊं मैं या अल्लाह तौफीक दे. जैसा तू चाहता है वैसा अल्लाह मुझे बना, अल्लाह मुझे बना. रिज़्क़ हलाल कमाऊं मैं या अल्लाह तौफीक दे, नमाज़ें पढ़ने जाऊं मैं या अल्लाह तौफीक दे. सुबह सवेरे उठ के अल्लाह पढ़ूं नमाज़ में तेरी, सुबह सवेरे उठ के अल्लाह पढ़ूं नमाज में तेरी. अल्लाह मियाँ अब तो कर दे किस्मत हसी मेरी. मैं भी रोजे रखूंगा या अल्लाह तौफीक दे, नमाज़ें पढ़ने जाऊं मैं या अल्लाह तौफीक दे. मैं भी रोजे रखूंगा या अल्लाह तौफीक दे, नमाज़ें पढ़ने जाऊं मैं या अल्लाह तौफीक दे. Allahu 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 Allah Allahu 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 Allah Allahu 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 Allah Allahu 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 Allah. Rabbi amanna غبت يا رحمن سال عينيني جئت يا سبحان. أسحر في كل ليل أفتش في كل حول. أين أنت يا حبيبي أنت يا مولاي. കണ്ണീർ പാടം കൊയ്യും നേരം റബ്ബേ എന്നൊരു തേങ്ങൽ
വെണ്ണീരാകും കൽബും കൊണ്ട് വന്നേ ഞാൻ ഈ രാവിൽ. എങ്ങു പോയി സുബ്ഹാനനി ഇടനെഞ്ചു പൊട്ടിപ്പാടി ഞാൻ കണ്ണ് മൂടി പോകയായി ഇരുളിലൊരു ചെറുതിരിയിലുണരും അമ്പിളിക്കതിരാകണേ. കണ്ണീർ പാടം കൊയ്യും നേരം റബ്ബേ എന്നൊരു തേങ്ങൽ വെണ്ണീരാകും കൽബും കൊണ്ട് വന്നേ ഞാൻ ഈ രാവിൽ. لأجاريهم قلدت ظاهر ما فيهم فبدوت شخصا آخر كي أتفاخر وظننت أني بذلك خست عنا فوجدت أني خاسر. فتلك مظاهر لا 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 نحتاج المال كي نزداد جمالا. جوهرنا هنا في القلب دلالا لا لا نرضي الناس بما لا نرضاه لنا حالا. ذاك جمالنا يسمو يتعالى كن أنت تزداد جمالا. لا 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 لا. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كلا بل تحبون العاجلة وتذرون الآخرة وجوه يومئذ ناظرة إلى ربها ناظرة ووجوه يومئذ باسرة تظن أن يفعل بها فاقرة. كلا إذا بلغت التراقي وقيل من راق وظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. فلا صدق ولا صلى ولكن كذب وتولى ثم ذهب إلى أهله يتمطى. أولى لك فأولى ثم أولى لك فأولى. أيحسب الإنسان أن يترك سدى ألم يكن نطفة من مني يمنى ثم كان علقة فخلق فسوى فجعل منه الزوجين الذكر والأنثى. أليس ذلك بقادر على أن يحيي الموتى. A common problem in today's world. Many hearts chase the joy of dunya, forgetting that only the akhirah will last forever. Now, Fiza and team from Quway Madrasa will remind us through a beautiful group song about focusing on akhirah. Let me also call upon into the stage Safa bint Mujib and Marwa bint Mujib. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓടിടുന്നു മർത്യനും തേടിടുന്നു നിത്യവും മാനിടുന്ന ഈ ദുനിയാവേറെ നേടും യുക്തിയും ഏറെ നേടും യുക്തിയും. ഓടിടുന്നു മർത്യനും തേടിടുന്നു നിത്യവും മാനിടുന്ന ഈ ദുനിയാവേറെ നേടും യുക്തിയും
ഏറെ നേടും യുക്തിയും. കരുതിടാതെ നേരെ മുന്നിൽ ഓടിയെത്തും മരണമേ, കരുതിടാതെ നേരെ മുന്നിൽ ഓടിയെത്തും മരണമേ, നേരിടുന്ന സമയമൊന്നിൽ നീ പറയും നാശമേ, നീ പറയും നാശമേ, നേരിടുന്ന സമയമൊന്നിൽ നീ പറയും നാശമേ, നീ പറയും നാശമേ. ഓടിടുന്നു മർത്യനും തേടിടുന്നു നിത്യവും, മാനിടുന്ന ഈ ദുനിയാവേറെ നേടും യുക്തിയും, ഏറെ നേടും യുക്തിയും. ഒഴിവിടാതെ നീ പറഞ്ഞു ഞാനും എൻ്റെ ചിന്തയും, ഒഴിവിടാതെ നീ പറഞ്ഞു ഞാനും എൻ്റെ ചിന്തയും, മതിവരാതെ നീ തുടർന്നു വഴിപിഴച്ച പാതയും, വഴിപിഴച്ച പാതയും, മതിവരാതെ നീ തുടർന്നു വഴിപിഴച്ച പാതയും, വഴിപിഴച്ച പാതയും. ഓടിടുന്നു മർത്യനും തേടിടുന്നു നിത്യവും, മാനിടുന്ന ഈ ദുനിയാവേറെ നേടും യുക്തിയും, ഏറെ നേടും യുക്തിയും. തിരുമുറിയാ മോഹമേറി നീ കുതിച്ചു പലവുരു, തിരുമുറിയാ മോഹമേറി നീ കുതിച്ചു പലവുരു, പിടിവിടാതെ മരണനേരം നീ കിതക്കുമറിയു നീ, നീ കിതക്കുമറിയു നീ, പിടിവിടാതെ മരണനേരം നീ കിതക്കുമറിയു നീ, നീ കിതക്കുമറിയു നീ. ഓടിടുന്നു മർത്യനും തേടിടുന്നു നിത്യവും, മാനിടുന്ന ഈ ദുനിയാവേറെ നേടും യുക്തിയും, ഏറെ നേടും യുക്തിയും. മടിവിടാതെ പല നിലക്കും കുതറി മാറി നീങ്ങി നീ, മടിവിടാതെ പല നിലക്കും കുതറി മാറി നീങ്ങി നീ, മരണനേരം നിലവിളിച്ച് സമയം തേടും നീ, സമയം തേടും നീ, മരണനേരം നിലവിളിച്ച് സമയം തേടും നീ, സമയം തേടും നീ. ഓടിടുന്നു മർത്യനും തേടിടുന്നു നിത്യവും, മാനിടുന്ന ഈ ദുനിയാവേറെ നേടും യുക്തിയും, ഏറെ നേടും യുക്തിയും. ഇടമുറിയാതേകി റബ്ബ് പല ഗുണങ്ങൾ അവയനീ, ഇടമുറിയാതേകി റബ്ബ് പല ഗുണങ്ങൾ അവയനീ, അണുവിടാതെ പറഞ്ഞു മുന്നിൽ മൊഴിയണം അത് കരുതു നീ, മൊഴിയണം അത് കരുതു നീ, അണുവിടാതെ പറഞ്ഞു മുന്നിൽ മൊഴിയണം അത് കരുതു നീ, മൊഴിയണം അത് കരുതു നീ. ഓടിടുന്നു മർത്യനും തേടിടുന്നു നിത്യവും, മാനിടുന്ന ഈ ദുനിയാവേറെ നേടും യുക്തിയും, ഏറെ നേടും യുക്തിയും. എതിരിടേണ്ട നിത്യലോകം വരുവതുണ്ടതോർക്കണം, എതിരിടേണ്ട നിത്യലോകം വരുവതുണ്ടതോർക്കണം, കരുതിടേണ്ട സത്യമാർഗം മടിവരാതെ തുടരണം, മടിവരാതെ തുടരണം, കരുതിടേണ്ട സത്യമാർഗം മടിവരാതെ തുടരണം, മടിവരാതെ തുടരണം. ഓടിടുന്നു മർത്യനും തേടിടുന്നു നിത്യവും, മാനിടുന്ന ഈ ദുനിയാവേറെ നേടും യുക്തിയും, ഏറെ നേടും യുക്തിയും. ഓടിടുന്നു മർത്യനും തേടിടുന്നു നിത്യവും, മാനിടുന്ന ഈ ദുനിയാവേറെ നേടും യുക്തിയും, ഏറെ നേടും യുക്തിയും. മാനിടുന്ന ഈ ദുനിയാവേറെ നേടും യുക്തിയും, ഏറെ നേടും യുക്തിയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മാഷാ അല്ലാഹ്, ജസാക്കല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രശ്നമാണ്, എനർജി പോരാ. എല്ലാവരും എഴുന്നേറ്റ്, എഴുന്നേൽക്ക് എല്ലാവരും. അവസാന സ്റ്റേഷനിലോട്ട് നമ്മൾ പോവാണ്. അവിടെ എല്ലാവരും എഴുന്നേൽക്കണം. സ്റ്റാൻഡപ്പ്. അവിടെയൊക്കെ എല്ലാവരും നിന്ന്. അവിടെ ഇപ്പോൾ കുറേ പേര് ഇരിക്കുന്നുണ്ട്. നിൽക്ക് എല്ലാവരും സ്റ്റാൻഡപ്പ്. പെട്ടെന്നൊക്കെ അവസാനിപ്പിക്കണ്ടേ? എന്നേക്ക് ഒരു ചെറിയ ആക്ടിവിറ്റി ആണ് കേട്ടോ. നമ്മൾ 1 to 10 വരെ എണ്ണാൻ പോവാണ്. അതിൽ പ്രത്യേകത വെച്ചാൽ ആദ്യം 1 പറയുമ്പോൾ സോഫ്റ്റ് ആയിട്ട് പറയാം 1, പിന്നെ 2 കുറച്ചും കൂടെ ഒച്ചയിൽ പറയാം, 3 അതിനേക്കാളും ഒച്ചയിൽ പറയാം, അവസാനം 10 എത്തുമ്പോൾ നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒച്ചയിട്ടപ്പോഴാണ് ആ ഒച്ചയിൽ 10 പറയണം. മനസ്സിലായാ? റെഡി അല്ലേ? ഞാൻ പറയാം. ഇവിടുന്ന് 1 to ആക്ഷൻ കാണിക്കും. അപ്പോൾ നിങ്ങൾ 1 2 3 ഒച്ച കൂടി വരണം. ഓക്കെ? 1
2. അപ്പൊ കുറച്ചൊക്കെ ക്ഷീണം മാറിയിട്ടുണ്ടാവില്ല അല്ലേ? ക്ഷീണം മാറിയവരിരുന്നോ? ക്ഷീണം മാറിയവരിയ്ക്കുക എല്ലാവരും. നമുക്ക് ജീവിതത്തിലെ ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ടാവും അല്ലേ? ഇരുന്നോട്ടെ, അല്ല ഇരുന്നോ. നമ്മളിപ്പോൾ അത് എല്ലാം എണ്ണ നിൽക്കുകയാണെങ്കിൽ അത് തീരൂല, ശരിയല്ലേ? ആണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ? അവിടെ ശ്രദ്ധിക്കുക. വൈൻ തഅദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ. നിങ്ങളുടെ അനുഗ്രഹങ്ങൾ എണ്ണാണെങ്കിൽ അത് എണ്ണി തീരാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ നിങ്ങൾ ഒച്ചട്ടല്ലോ, നിങ്ങളീ ഒരു സൗണ്ട് നാളെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? അപ്പോൾ പലപ്പോഴും നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ അത് പോകുമ്പോഴാണ് നമ്മളത് തിരിച്ചറിയുക. ഇപ്പോൾ പല സെഷനിൽ മാതാപിതാക്കളെ പറ്റി പറഞ്ഞല്ലോ. നിങ്ങളെ ഉപ്പയും ഉമ്മയും ചില സമയത്ത് നമ്മൾ സ്ട്രിക്റ്റ് ആകുമ്പോൾ നമ്മളായിരിക്കും, ഈ ഉപ്പയും ഉമ്മയും ഇങ്ങനെയൊക്കെ പറയണത്, അവരില്ലെങ്കിൽ കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ടാവുമായിരുന്നു. എന്നാൽ അതേ ഉപ്പയും ഉമ്മയും നാളെ ഇല്ലെങ്കിൽ നിങ്ങളാ മിസ് ചെയ്യും. അപ്പോൾ തന്നെ നമ്മൾ കണ്ണിൻ്റെ കാഴ്ച നമ്മൾ പോയാൽ അതിൻ്റെ ബുദ്ധിമുട്ട് അപ്പോഴാണ് അറിയപ്പെടാം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന പല അനുഗ്രഹങ്ങളും പോകുമ്പോഴേക്കും നമ്മൾ അറിയാം അതിൻ്റെ ഒരു എത്രത്തോളം വലിയ അനുഗ്രഹമായിരുന്നു എന്ന്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില അനുഗ്രഹങ്ങളെ പറ്റിയിട്ട് നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. അത് എന്തൊക്കെയാണെന്നുള്ളത് ഇൻഷാ അല്ലാഹ് അടുത്തൊരു സെഷനിൽ നമ്മളെ ദുബായ് അൽ റാഷിദ് മദ്രസത്തെ കുട്ടികൾ അവതരിപ്പിക്കും. അപ്പോൾ അത് ഇൻഷാ അല്ലാഹ് എല്ലാവരും ശ്രദ്ധിക്കുക. ആ ഒരു സെഷനെ അവതരിപ്പിക്കാൻ വേണ്ടി മുഹമ്മദ് ബസ്സാം, അബൂബക്കർ താഹ, ഫാദിൽ മടത്തിൽ, എമീർ ഷനീം, സയാൻ ഇവരെല്ലാവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. Assalamu alaikum wa rahmatullahi wa barakatuh. Dear brothers and sisters, imagine what if you had 5 awesome gifts, but they wouldn't last forever. You'd want to use them fast, right? Well, the Prophet Muhammad sallallahu alaihi wasallam told us about 5 amazing blessings from Allah that we should treasure before they disappear. He said, finish 5 moments. This is last one. عن ابن عباس رضي الله عنهما قال النبي صلى الله عليه وسلم اغتنموا 5 قبل 5 شبابك قبل هرمك وصحتك قبل سقمك وغناك قبل فقرك وفراغك قبل شغلك وحياتك قبل موتك. Ibn Abbas radiallahu anhu reported, the Prophet Muhammad sallallahu alayhi wa sallam said, take advantage of 5 before 5. Your youth before your old age, your health before your sickness, your wealth before your poverty, your free time before your busyness, and your life before your death. This special hadith is called 5 before 5, and it's like a golden reminder to use our time, health, and life in the best way. So get ready, because we're about to discover each of these golden gifts, one by one. The first gift is youth before old age. Youth is the best time to build good habits, learn, and get closer to Allah before strength and time disappears. So don't waste this golden gift chasing trends or being lazy. Build your future with faith and action. Okay, youth before old age sounds important. But how do we actually use our youth in a productive way? Great question. Youth is a time full of strength, energy, and time. We all have youth now. So let's use it for good deeds like learning useful knowledge, worshipping Allah, and helping others. The second gift is health before sickness. Health is one of the greatest gifts from Allah subhanahu wa ta'ala. We can use it to run, play, laugh, and breathe easily. But sometimes we forget to say Alhamdulillah. Before sickness takes away our strength, let's use our health in the best way. Remember, every heartbeat is a blessing. Subhanallah, we are so blessed. But how do we use our health in the right way? We can use our health to worship Allah, pray on time, fast, help others, and do all kinds of good deeds. So let's be thankful and use it well before we become sick or weak. Inshallah. The third gift is wealth before poverty. Wealth isn't just for fun or comfort. It is a special gift and trust
from Allah subhanahu wa ta'ala. When we use it to do good, Allah helps us and rewards us in return. I thought we could spend on whatever we want, like games or toys. Not exactly, but the best use is to help the poor, support our family, and give out sadaqah. Our wealth is an amana, a trust from Allah, which should be spent in a halal way. Remember, even a small charity given with a sincere heart can open the doors of Jannah. The fourth gift is free time before you become busy. Time is a treasure from Allah, allowing us to pause, grow, and act kindly. Once it passes, it never returns. We often say, I'll do it later, but later may never come. That's true. Some of my friends waste so much time on video games. Yes, that's why we should use our free time wisely. We can read the Quran, do dhikr, help others, or learn something new. Remember, even a small good action each day can build a strong heart and soul. The fifth gift and our final reminder, your life before your death. Every breath we take is a chance to earn Jannah. Before life ends, fill your days with prayer, forgiveness, and kindness. Death can come at any moment, so live each day as if it's your last. Allahu Akbar! I just realized every sunrise is another chance from Allah. Can you tell me how I can fill my life with khair? To fill your life with khair, pray on time, read the Quran, be kind to others, and always try to do good. Let's ask Allah for help, stay away from bad habits, and use every day to get closer to Him. It was so great talking about the 5 before 5 hadith with you all. Now, let's repeat these 5 golden reminders together. Youth before old age. Youth before old age. Health before sickness. Health before sickness. Wealth before poverty. Wealth before poverty. Free time before engaged. Free time before engaged. And life before death. And life before death. These blessings, youth, health, wealth, free time, and life, are precious gifts from Allah. We should cherish them, use them wisely, and live every day with purpose. Let's make our lives a bridge to Jannah, strong with faith and filled with kind deeds. اللهم اجعل هذا البلد آمنا مطمئنا سخاء رخاء وسائر بلاد المسلمين ونجنا من الفتن ما ظهر منها وما بطن. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والسلام عليكم ورحمة الله وبركاته. ആദരണീയരായ സുഹൃത്തുക്കളെ, പണ്ഡിതന്മാരെ, എൻ്റെ സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 44ാമത് അന്താരാഷ്ട്ര പുസ്തകമേളയിലെ നമുക്ക് അനുവദിച്ചു കിട്ടിയ ഈ ചിൽഡ്രൻസ് ഇൻ്റർനാഷണൽ കോൺഫറൻസിൻ്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇതിനുവേണ്ടി ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ഒരുപാട് മദ്രസ അധ്യാപകന്മാരും ടീച്ചേഴ്സും മാത്രമല്ല ഇതിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളും ഇതിനെ അത് കണ്ട് ആസ്വദിക്കാനെത്തിയ എല്ലാ സഹവിദ്യാർത്ഥികൾക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്. കൂടാതെ നമുക്ക് നമ്മളുടെ ഈ മഹത്തായ പരിപാടി കണ്ട് ആസ്വദിക്കാൻ വേണ്ടി നാട്ടിൽ നിന്ന് ഒരുപാട് പണ്ഡിതന്മാരെത്തിയിട്ടുണ്ട്. പണ്ഡിതന്മാർ മാത്രമല്ല, നമ്മുടെ ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ നേതൃനിരയിലുള്ള വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രസിഡൻറ്റ് PN അബ്ദുൽ ലത്തീഫ് മദനി, ജനറൽ സെക്രട്ടറി TK അഷ്റഫ് സാഹിബ്, നമ്മുടെ ജാമിയ റക്ടർ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ എന്നിവരും ഇവിടെ സന്നിഹിതരായിരുന്നു വേദിയിൽ. എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറയുകയാണ്. ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച നമ്മളുടെ ഹുസൈൻ സലഫിയും അബ്ദുൽ സലാം ആലപ്പുഴയും
PN അബ്ദുൽ ലത്തീഫ് മദനിയെയും ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്, നന്ദി പറയുകയാണ്. അവർ ചില കാര്യങ്ങൾക്കായി നമ്മുടെ വേദി വിട്ടു പോയിരിക്കുകയാണ് ഇപ്പോൾ. അൽഹംദുലില്ലാഹ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാ മദ്രസ അധ്യാപകന്മാർക്കും കുട്ടികൾക്കും മാത്രമല്ല മാസങ്ങളോളമായി ഇതിൻ്റെ പുറകിൽ ഓടി നടന്ന എല്ലാ ആളുകൾക്കും ഒന്നുകൂടെ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.